പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 മരണം. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിഗ്രഹങ്ങളുമായി എത്തിയ രഥങ്ങൾ ശ്രീ ഗുഡിംച ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത്. തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിൽ അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് തീർത്ഥാടകർ ആരോപിക്കുന്നത്. പ്രേമകാന്ത മൊഹന്തി 80 വയസ്സ്, ബസന്തി സാഹു 36, പ്രഭാതി ദാസ് 42 എന്നിവരാണ് മരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഒഡീഷ നിയമമന്ത്രി പൃഥ്വിരാജ് ഹരിചന്ദൻ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം ഉണ്ടായത്. വിവിധ രഥങ്ങൾ എഴുന്നള്ളവേ വൻ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. ശ്രീ ഗുഡിംച ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. 3 പേരും സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചതായാണ് വിവരം. സ്ഥലത്ത് ജനത്തിരക്ക് ഒഴിവാക്കാൻ പോലീസ് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നിട്ടില്ല എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പരിക്കേറ്റവരിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. വെളുപ്പിന് 4:30യോടെയാണ് വിഗ്രഹങ്ങൾ വഹിച്ചിട്ടുള്ള രഥങ്ങൾ ശ്രീ ഗുഡിംച ക്ഷേത്രത്തിന് സമീപം എത്തിയത്. വിഗ്രഹങ്ങൾ കാണാനായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. രഥത്തിനടുത്തേക്ക് പെട്ടെന്ന് ആൾക്കൂട്ടം എത്തിയത് നിയന്ത്രിക്കാനാകാഞ്ഞതിനാലാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. പെട്ടെന്നുണ്ടായ തിരക്കിൽ നിരവധി പേർ നിലത്തു വീണു. രഥത്തിന് മുന്നിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 3 പേർ മരിച്ചത്. ഒഡീഷയിലെ ഗുന്ദ്ര ജില്ലയിൽ നിന്നുള്ളവരാണ് മരിച്ചവരെല്ലാവരും. അപകടത്തിൽ 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ്. സ്ഥലത്ത് വേണ്ടത്ര പോലീസ് വിന്യാസം ഉണ്ടായിരുന്നില്ല എന്നതാണ് ആരോപണം. അപകടത്തിൽപ്പെട്ടവർക്ക് വൈദ്യസഹായം നൽകാനോ ആശുപത്രിയിൽ എത്തിക്കാനോ പോലീസും ഫയർഫോഴ്സും സഹായിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നു. എന്നാൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നുവെന്നും പെട്ടെന്ന് ആളുകൾ ഒരു സ്ഥലത്തേക്ക് എത്തിയതാണ് അപകടത്തിന് കാരണമായതെന്നും പുരി കലക്ടർ സിദ്ധാർത്ഥ് ശങ്കർ പറഞ്ഞു. അപകടത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി അറിയിച്ചു. മുന്നൊരുക്കങ്ങളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേരത്തെ രഥയാത്ര പുരോഗമിക്കുന്നതിനിടെ തിക്കും തിരക്കും മൂലവും കടുത്ത ചൂട് കാരണവും 700-ലധികം പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. ഇതിൽ ചിലർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. എന്നാൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു കാര്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെ മരിക്കുന്നത്, പ്രത്യേകിച്ച് രഥത്തിന്റെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് മരിക്കുന്നത് വളരെ നല്ലതാണെന്നും സ്വർഗാരോഹണത്തിന് വഴിയുണ്ടാക്കുന്നതാണെന്നുമുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യവും പറയുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒറീസയിലെ ഒരു തീരദേശ നഗരമായ പുരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ഇവിടെ നടത്തപ്പെടുന്നത് രഥയാത്രയാണ്. അത് ഏറ്റവും പ്രശസ്തമായ സംഭവമാണ്. പുരി നഗരം തന്നെ അതിന്റെ നിലനിൽപ്പിന് ഈ ക്ഷേത്രത്തിനെയാണ് ആശ്രയിക്കുന്നത്. ജഗന്നാഥനായ മഹാവിഷ്ണു അഥവാ ആദിനാരായണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇവിടുത്തെ തീർത്ഥയാത്രയാണ് നഗരത്തിൽ നല്ല ശതമാനം ആളുകളുടെ ജീവിതമാർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഡൽഹി സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഈ ക്ഷേത്രം ആക്രമിച്ച ഒരു കഥയും ഉണ്ട്. 12ാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ അനന്തവർമ്മനാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നത്. 13ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ക്ഷേത്രം പണിതീർന്നു. 1230-ൽ രാജാവായിരുന്ന അനംഗഭീമൻ 3ാം സാമ്രാജ്യം ദേവന്റെ പേരിൽ സമർപ്പിക്കുകയും താൻ ദേവന്റെ ദാസനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തിയാർജിച്ച ക്ഷേത്രത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പ്രസക്തിയും കാലക്രമേണ വർദ്ധിച്ചു വന്നു. മുഗളർ, മറാഠകൾ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിങ്ങനെ ഒറീസ പിന്നീട് പിടിച്ചടക്കിയ എല്ലാവരും ക്ഷേത്രത്തിന് മേലുള്ള നിയന്ത്രണവും ആർജിക്കാൻ പരിശ്രമിച്ചിരുന്നു. തങ്ങളുടെ ഭരണം തദ്ദേശീയർ അംഗീകരിക്കുന്നതിന് ഇതൊരു ആവശ്യമാണെന്നാണ് അവർ കരുതിയത്. മധ്യഭാഗത്ത് വലിയ ഒരു ഗോപുരത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഈ ഗോപുരത്തിന് മുകളിലായി ഒരു ചക്രവും സ്ഥാപിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ സുദർശന ചക്രമായാണ് വിശ്വാസികൾ ഈ ചക്രത്തെ കണക്കാക്കുന്നത്. വെള്ള പൂശിയിരിക്കുന്നതിനാൽ ഇതിനെ വെളുത്ത ഗോപുരമെന്നും പുരി നിവാസികൾ വിളിക്കുന്നു. സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണപ്പെടാറുള്ളതുപോലെ 4 മണ്ഡപങ്ങളാണ് ഈ ക്ഷേത്രത്തിനും ഉള്ളത്. വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഗർഭഗൃഹം, ഭക്തർക്ക് പ്രാർത്ഥിക്കുന്നതിനും മറ്റു ചടങ്ങുകൾക്കുമായുള്ള മണ്ഡപം, നൃത്തങ്ങൾക്കായുള്ള തൂണുകൾ കൊണ്ടുള്ള നൃത്തമണ്ഡപം, കാഴ്ചക്കാർക്കുള്ള മണ്ഡപം എന്നിവയാണ് അവ. ക്ഷേത്രത്തിലെ പ്രവേശനം ഹിന്ദുക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മരത്തിൽ തീർത്തതിനാൽ ഈ വിഗ്രഹങ്ങൾ ഇടയ്ക്കിടെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ദൈവിക വെളിപ്പാട് കിട്ടുമ്പോഴാണത്രേ ഇവ പുനർനിർമ്മിക്കുന്നത്. അങ്ങനെ 12ഓ 24ഓ വർഷം കൂടുമ്പോഴാണ് ചിലപ്പോൾ ഈ തടി കൊണ്ടുള്ള വിഗ്രഹങ്ങൾ പുനർനിർമ്മിച്ചു വരുന്നത്.
രഥോത്സവം അഥവാ ജഗന്നാഥോത്സവം ഇവിടുത്തെ തദ്ദേശീയ ഉത്സവമാണ്. എങ്കിലും ഏതാണ്ട് 8 ലക്ഷത്തോളം പേർ ആളുകൾ ഇവിടെ എത്തി ഈ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ആഷാഢ മാസത്തില്, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് രഥോത്സവം സാധാരണ നടക്കാറുള്ളത്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളും സന്യാസികളുമെല്ലാം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. ഈ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് രഥയാത്ര. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ വലിയ രഥങ്ങളിലേറ്റി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 2 മൈൽ ദൂരെയുള്ള ഗുണ്ടിച്ചബാരി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ വിഗ്രഹങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് രഥയാത്ര എന്നറിയപ്പെടുന്നത്. ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള കൃഷ്ണന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ രഥയാത്ര. ഏതാണ്ട് 50 അടി ഉയരവും 35 അടി വശവുമുള്ള ചതുരാകൃതിയിലുള്ള അടിത്തട്ടുമാണ് കൃഷ്ണവിഗ്രഹം കൊണ്ടുപോകുന്ന രഥത്തിനുള്ളത്. 16 ചക്രങ്ങളുള്ള ഈ രഥത്തിന്റെ ഓരോ ചക്രത്തിനും 7 അടി വ്യാസം കാണും. ആയിരക്കണക്കിന് പേർ ഈ വൻ രഥങ്ങളെ തള്ളുകയും ഇതിനു മുമ്പിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കയറുകൾ വലിക്കുന്നതിനായി മത്സരിക്കുകയും ചെയ്യാറുണ്ട്. ഈ 2 മൈൽ ദൂരം യാത്രയ്ക്ക് ചിലപ്പോൾ 2 ദിവസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. മഴയുള്ള സമയത്ത് രഥചക്രം മണലിൽ താഴ്ന്നു പോകുന്നതിനാൽ യാത്ര കൂടുതൽ ദുഷ്കരമാകും. ഭക്തിയുടെ പേരിൽ ആത്മഹത്യകളും സ്വശരീര പീഡകളും എല്ലാം ഈ യാത്രാവേളകളിൽ അരങ്ങേറാറുണ്ട്. ഈ രഥചക്രത്തിനടിയിൽപ്പെട്ട് മരിക്കുന്നതും മറ്റും പുണ്യമായാണ് വിശ്വാസികൾ കരുതുന്നത്. ഇതിനുവേണ്ടി ആത്മഹത്യ ചെയ്യുന്നവർക്ക് പുറമെ തിരക്കിൽപ്പെട്ട് പലരും അബദ്ധത്തിലും ഈ ചക്രത്തിനടിയിൽ പെടാറുണ്ട്. പുരിയിലെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്. ഇന്ദ്രദുമ്നൻ എന്ന രാജാവ് വിഷ്ണുവിനെ തേടി ബ്രാഹ്മണരെ പല ദിക്കുകളിലേക്ക് അയച്ചു. ഒരു ബ്രാഹ്മണന് മുന്നിൽ ജഗന്നാഥൻ അഥവാ വിഷ്ണു ഒരു നീലരത്നത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷമായി. സന്തോഷവാനായ ബ്രാഹ്മണൻ ഈ വിവരം രാജാവിനെ അറിയിച്ചു. എന്നാൽ രാജാവ് ഈ സ്ഥലത്തെത്തിയപ്പോഴേക്കും ദൈവത്തെ കാണാനുണ്ടായിരുന്നില്ല. ഇതിൽ അസന്തുഷ്ടനായ രാജാവ് പ്രാർത്ഥനാനിരതനാകുകയും അദ്ദേഹത്തിന് അശരീരി കേൾക്കുകയും ചെയ്തു. വിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ നീലക്കല്ലിന്റെ രൂപത്തിലല്ല, മറിച്ച് ചില അടയാളങ്ങളുള്ള മരത്തടിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷമായത്. അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹത്തിന് ഈ വിധമുള്ള ഒരു മരത്തടി ലഭിക്കുകയും ഇന്ന് ജഗന്നാഥ ക്ഷേത്രം നിലനിൽക്കുന്നയിടത്ത് ഈ തടി കൊണ്ടുവരികയും ചെയ്തു. ഈ തടിയിൽ ജഗന്നാഥന്റെ വിഗ്രഹം തീർക്കുന്നതിനായി ഇന്ദ്രദ്യുമ്നൻ തച്ചന്മാരെ വിളിച്ചു വരുത്തി. എന്നാൽ ഈ തച്ചന്മാരുടെ ഉളികൾക്കൊന്നും തന്നെ ഈ മരത്തടിയെ ചെത്തി ഭേദിക്കാനൊന്നും ആയില്ല. തുടർന്ന് വിഷ്ണു തന്നെ ഒരു തച്ചന്റെ വേഷത്തിൽ വന്നു എന്നും ഈ മരത്തടിയുമായി ഒരു മുറിയിൽ കയറി 15 ദിവസം കഴിഞ്ഞ് മുറി തുറന്നു നോക്കിയപ്പോൾ തച്ചൻ അപ്രത്യക്ഷനായിരിക്കുന്നു എന്നും മരത്തടിയുടെ സ്ഥാനത്ത് 3 വിഗ്രഹങ്ങളും ജഗന്നാഥന്റെയും ബലഭദ്രന്റെയും സുഭദ്രയുടെയും കാണപ്പെട്ടു. അങ്ങനെ പുരിയിലെ വിഗ്രഹങ്ങൾ വിഷ്ണു തന്നെ നേരിട്ട് നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പുരിയിലെ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ 4 മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ചാർധാമുകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ നടക്കുന്ന ഈ ആത്മഹത്യ, അതും ഈ 21-ാം നൂറ്റാണ്ടിലും ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കുറച്ച് അതിശയമായി തന്നെ ഇപ്പോഴും നടക്കുന്നു. എല്ലാ വർഷവും ഇതുപോലെ രഥോത്സവവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ മരിക്കാറുണ്ട്. ഇത് തിക്കിലും തിരക്കിലും പെട്ട് അബദ്ധത്തിലുള്ള മരണമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരാറില്ല.